അറിയില്ലാന്ന് പറഞ്ഞവരുണ്ടാവും ചിലപ്പോൾ. അത് നമ്മളെ ക്ലാസ് റൂമിൽ ഐഡിയത്ത് ഉള്ളവർ പിന്നെയും കുറേക്കും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരായിരിക്കും. നമ്മുടെ റേഡിയോ ശ്രോതാക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താണ് ഇസ്രാ, എന്താണ് മിഅ്റാജ്, ഇക്കറിയില്ല എന്ന് പറയും. എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരുപാട് ഫിഖ്ഹിയായ ക്ലാസ്സുകളെ പോലെ ആദർശപരമായി അഖീദപരമായൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ബോധവും സാധാരണക്കാർക്കില്ല. ഇസ്രാവും റജബ് മാസം, ഇസ്രാവും മിഅ്റാജും, റജബ് 27 സുന്നത്ത് നോമ്പുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി വെച്ചു എന്നല്ലാതെ കഥ എന്ത്. അതിൻ്റെ അപ്പുറത്തേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 90,000 മുഅ്ജിസത്തുണ്ട് എന്നാണ്. അതിൽ നിന്ന് ഏറ്റവും വലിയ മുഅ്ജിസത്ത് വിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അത് എന്താകുന്നു? ഇസ്രാഉം മിഅ്റാജും ആണ്. അതിനെ സംബന്ധിച്ച് ഒരു വിവരമില്ലാത്ത എത്ര സാധാരണക്കാരുണ്ട്. ഞാൻ നമ്മുടെ ഈ ഉൾനാടുകളിലൊക്കെ താമസിക്കുന്ന എത്രയോ വയസ്സായ കൂലിപ്പണിക്കൊക്കെയും പോകുന്ന നമ്മുടെ സാധാരണക്കാരായ മാതാപിതാക്കന്മാർ, സഹോദര സഹോദരിമാർ, അവരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് എന്താ ഇപ്പം ഇസ്രാവും മിഅ്റാജും? ഞാൻ ഒന്നും വേണ്ട, ഏതായാലും ഇപ്പം ഇസ്രാവും മിഅ്റാജിൻ്റെ രാത്രിയല്ലേ, അവനാൻ്റെ വീട്ടിലുള്ള ഭാര്യക്കൊന്ന് വിളിച്ചിട്ട് എന്താ ഇസ്രാവും മിഅ്റാജും എന്നാണ് എനിക്കറിയോ? എനിക്കറിയില്ല എന്ന് പറഞ്ഞ എത്ര സ്ത്രീകൾ ചിലപ്പോൾ നമ്മുടെ ഫാമിലികളുടെ കൂട്ടത്തിലുണ്ടാകും. അപ്പം ഞാൻ വിശാലമായി കടക്കാൻ പറ്റാവുന്ന ഒരു സമയമല്ല. കാരണം ഇവിടെ 11:20 ഇപ്പം ളുഹ്ർ നേർത്തയാണ്. അതേമായി തന്നെ സുബഹിയൊക്കെയും നേർത്തയാണ്. സൗദിയിലൊക്കെ 3:40 സുബഹി ബാങ്ക് എന്നൊക്കെ അറിയാൻ സാധിച്ചു. അതുകൊണ്ട് പലവരും സുബഹി സ്കരിച്ച് സുഖമായി കിടന്നുറങ്ങുന്ന ഒരു സമയമാണ്. എങ്കിലും ഉള്ളവരോട് വലിയ ഒരു പതന. അത് നമ്മൾ നാടൻ ശൈലിയിൽ നമ്മളൊരു ഭൗതികമായുള്ള കാഴ്ചപ്പാടിലൂടെ ബഹിരാകാശ, ഓസോൺ പാളി, പിന്നെ അങ്ങനത്തെ ഗോളങ്ങൾ, അങ്ങനത്തെ ഒരു ചർച്ചകളിലേക്കൊന്നും പോവാതെ സാധാരണക്കാരും മനസ്സിലാക്കേണ്ട രൂപത്തിൽ ഒരു ഇസ്രാഉം മിഅ്റാജും ഒന്ന് വിശദീകരിച്ചാൽ എത്രയോ സാധാരണക്കാർ പറയും, റബ്ബേ നമ്മൾ പല ഫിഖ്ഹിയായ മസ്അലകളൊക്കെ പറയും പോലെ റബ്ബേ ഞങ്ങൾക്കൊന്നും ഇത് അറിയാതെ പോയ കാര്യങ്ങളാണ് എന്ന് പറയുന്ന ഒരുപാട് സാധാരണക്കാരുണ്ടാകും. നോക്കി വളരെ ആ ഒരു ഇസ്രാഇനെ കുറിച്ച് പറഞ്ഞ ആയത്ത് നമുക്കറിയല്ലോ. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ആയത്താ. ഈ ആയത്തിലൊക്കെ എന്തെല്ലാം ചർച്ചകളാ. അത് നമ്മുടെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. നോക്കിൻ്റെ സാധാരണക്കാര് ഒരു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രാഇനെ കുറിച്ച് പറഞ്ഞേടത്ത് സുബ്ഹാനല്ലദീ ബി അബ്ദിഹി എന്നാണ് അല്ലാഹു തആല പറഞ്ഞതല്ലേ. അള്ളാഹുവിൻ്റെ അടിമയെ കൊണ്ട് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും എന്ത്, അതൊരു അദബുകേടായോ ഇല്ലേ? ഇപ്പൊ ഞാൻ പറയട്ടെ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയലാണോ ബഹുമാനം? ഖമറുൽ-ഉലമ, സുൽത്താനുൽ-ഉലമ AP ഉസ്താദ് എന്ന് പറയലാ ബഹുമാനം? നമുക്കറിയില്ലേ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നത് അദബുകേടാണ് അല്ലേ? അതൊരു അദബുകേടാണ്, അതൊരു ഇതല്ല. നേരെ വെച്ച് ഖമറുൽ-ഉലമ, സുൽത്താനുൽ-ഉലമ, അതേമായി തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നൊരു ആദരവാണ്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ ബി അബ്ദിഹി, ബി അബ്ദിഹി എന്താണ് അങ്ങനെ അല്ലാഹു തആല ഉപയോഗിക്കാൻ കാരണം? നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മൾ അഖീദപരമായി വലിയ ഒരു ചർച്ച അത് സംബന്ധമായിട്ടുണ്ട്. ഒരുപാട് ആശയങ്ങളിലേക്ക് അല്ലാഹു തആല നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ബി അബ്ദിഹി എന്ന് പറയലോടുകൂടെ. രണ്ടാശയമാണ് അതിലുള്ളത്. കാരണം മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനിക്ക് വലിയ മുഅ്ജിസത്ത് കാണിച്ചപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹം ഈസാ നബി അലൈഹിസ്സലാം ദൈവമാണെന്നും ദൈവപുത്രനാണെന്നൊക്കെയും പറയാൻ തുടങ്ങി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യർക്കു സാധിക്കാത്ത ഒരു മേഖലയാണ് ആകാശയാത്ര എന്നുള്ളത്.
കാരണം സാധാരണക്കാർക്ക് ഓസോൺ പാളി എന്ന് പറഞ്ഞിട്ട് ഒരു അതിർത്തിയുണ്ട് അന്തരീക്ഷത്തിൽ. അതിന്റെ അപ്പുറത്തേക്ക് പോവാൻ വായു സ്വന്തമായ വായു പിന്നെ അവരെ ശ്വസിക്കാൻ കിട്ടുകയില്ല. പിന്നെ ഡ്യൂപ്ലിക്കറ്റ് വായുമായി പോയാലേ എന്താകുകയുള്ളൂ, പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്കറിയില്ലേ, എന്നെക്കാലൊക്കെയും ഭൗതികമായി അറിയുന്നവരല്ലേ നിങ്ങളൊക്കെ. ഏതാ കൽപ്പന ചൗലയോ അങ്ങനെ ആരോ ഒരു ബഹിരാകാശ യാത്ര നടത്തിയല്ലോ. അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോഴേക്ക് എന്തു ചെയ്തു? മിഷേന്റെ പുതുത്തം വിട്ടു അല്ലേ? മിഷേന്റെ പുതുത്തം വിട്ട്. ചില ഉസ്താദുമാർ പറയുമ്പോൾ മുറബിയായ ഷെയ്ഖിന്റെ പുതുത്തം വിട്ട് മുരീദാവുന്ന കൽപ്പന ചൗലിയും അവളെ നിയന്ത്രിക്കുന്ന മിഷേനാവുന്ന മുറബിയായ ഷെയ്ഖും തമ്മിലുള്ള ബന്ധം അങ്ങോട്ട് വിച്ഛേദിച്ചപ്പോ പിന്നെ കൽപ്പന ചൗലി ഭൂമിയിലേക്ക് വരികയല്ല ചെയ്തത്. എന്തൊക്കെയോ വെണ്ണൂറായി ചാരമായി ഒക്കെ പോയി. അപ്പൊ വലിയ ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയൊക്കെയും മറികടന്ന് പിന്നെ എത്രത്തോളം ഈ വാനലോകത്ത് താമസിക്കുന്ന മാലാകന്മാരുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമിനു പോലും പോവാൻ അധികാരമില്ലാത്ത ഒരു മേഖലയിലേക്ക്, ഒരു ഭാഗത്തേക്ക് അള്ളാഹുവിന്റെ ഹബീബ് പോകുകയാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, എന്താണ് അല്ലാഹു തആല ബി അബ്ദിഹി, നോക്കി നിങ്ങൾ സുബ്ഹാനല്ലദീ അസ്റാ ബി നബിയിഹി എന്ന് പറയുമ്പോ ഒരു ആദരവും ബഹുമാനവും തോന്നുന്നുണ്ട് അല്ലേ? പ്രവാചകനെ കൊണ്ട് അള്ളാഹു യാപ്രയാണം നടത്തി എന്ന് പറയുന്നതിനു പകരം ബി അബ്ദിഹി അള്ളാഹുവിന്റെ അടിമയെ കൊണ്ട് യാപ്രയാണം നടത്തി എന്ന് പറയാൻ രണ്ട് കാരണമാണ്. സാധാരണക്കാർക്ക് തിരിയുന്ന ഭാഷയിൽ നമുക്ക് അല്പം പറയാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര അത്യുന്നത മേഖലയിലേക്ക് എത്തിയാലും ഉലൂഹിയത്ത്, ദിവ്യത്വം അതൊരിക്കലും പ്രവാചകനിക്കുണ്ടാകുകയില്ല. എത്ര വലിയ മേഖലയിലേക്ക് റസൂലുള്ള എത്തിയാലും ഉലൂഹിയത്തിന്റെ പദവിയിലേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരു തന്നെയാകുന്നു? അള്ളാഹുവിന്റെ അടിമ തന്നെയാകുന്നു. മഹാന്മാരാകുന്ന മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. വ ഇന്നമാ ഖാല, നിശ്ചയമായും അല്ലാഹു തആല പറഞ്ഞു, ബി അബ്ദിഹി എന്നാണ് പറഞ്ഞത്. ദൂന നബിയിഹി അസ്റാ ബി സുബ്ഹാനല്ലദീ അസ്റാ ബി നബിയിഹി എന്ന് പറയാതെ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്നാണ് പറഞ്ഞത്. അതിന് കാരണം എന്താ? ലി അല്ലാ യതവഹമ ഫീഹി ഉലൂഹിയത്ത് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. റസൂലുള്ള സാധാരണക്ക് വിപരീതമായി ബഹിരാകാശത്തിലേക്ക് ഉയരുമ്പോൾ ഒരു അടിമത്വത്തിൽ നിന്ന് ദിവ്യത്വത്തിലേക്ക്, ഉലൂഹിയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നുള്ള തെറ്റുധാരണ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയാതെ, അല്ലെങ്കിൽ ബി റസൂലിഹി എന്ന് പറയാതെ, ബി നബിയിഹി എന്ന് പറയാതെ അബ്ദ് തന്നെയാണ്. ഏതു സമയത്തും എത്ര വലിയ അത്യുന്നത മേഖലയിലേക്ക് എത്തിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉലൂഹിയത്ത് വരികയില്ല. അബ്ദിയത്ത് അള്ളാഹുവിന്റെ അടിമ തന്നെയാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനപ്പേരാകുന്ന നബിയ്യനോ റസൂല് എന്നൊന്നും പറയാതെ ബി അബ്ദിഹി എന്ന് പറയാൻ കാരണം. മറ്റൊരു കാരണം എന്താ? ചിലവർക്കൊരു ന്യായമുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാഉം മിഅ്റാജും സ്വപ്നമായിരുന്നു, അതൊരു സ്വപ്നമാണ് എന്ന് തെറ്റുധരിക്കുമോ എന്നുള്ള ആ തെറ്റുധാരണയെ തിരുത്താൻ വേണ്ടിയിട്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാഇനെ കുറിച്ച് പറഞ്ഞേടത്ത് ബി അബ്ദിഹി. കാരണം അബ്ദ് എന്ന വാക്ക് ജസദ്, ശരീരവും ആത്മാവും കൂടിച്ചേർന്ന വസ്തുവിനാണ് അബ്ദ് എന്ന് പറയാ. വെറും ജസദിന് അബ്ദ് എന്ന് പറയില്ല, വെറും റൂഹിനും അബ്ദ് എന്ന് പറയില്ല. പിന്നെന്തേ പറയുള്ളൂ? ജസദും ശരീരവും
റൂഹും ആത്മാവും ഒരുമിച്ച് കൂടുന്നതിന് പറയപ്പെടുന്നതാണ് അബ്ദ്. അപ്പൊ അള്ളാഹുവിന്റെ അടിമയുമായി രാപ്രയാണം നടത്തി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാന്റെ ഭൗതികമാകുന്ന ശരീരം കൊണ്ടാണ് ഇസ്രാഉം മിഅ്റാജും ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ എന്തല്ല, സ്വപ്നമല്ല. സ്വപ്നമാണെങ്കിൽ എന്തില്ല, ഒരു അത്ഭുതമില്ലല്ലോ. എന്തല്ല, എന്റെ ഭാര്യ പല സ്വപ്നങ്ങളും കാണുന്നുണ്ടാവും. ഞാൻ എൻ്റെ റൂമിൽ ഒരു കത്തിൽ സുഖമായി കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ ഞാൻ അങ്ങനെ UAE പോയതും സാധനങ്ങൾ കൊണ്ടുവരുന്നതും അങ്ങനെ അതെല്ലാം ഓരി വെക്കുന്നതും 4 പുറത്തേക്ക് കൊടുക്കുന്നതും എല്ലാം ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ടാവും. സുബഹി കഴിഞ്ഞ് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ കത്തുമ്പോൾ കിടക്കുന്നുണ്ടാവും. അപ്പൊ സ്വപ്നം, നമ്മളൊക്കെ എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നു. ബോംബെയിൽ പോകുന്നതും എത്രയോ ദൂര സ്ഥലത്തേക്ക് പോകുന്നതൊക്കെയും നമ്മൾ സ്വപ്നം കാണാറുണ്ട്. പക്ഷേ ആ സ്വപ്നത്തിനൊരു എന്തില്ല, ഒരു അത്ഭുതമില്ല. അപ്പൊ വലിയൊരു അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ആ അത്ഭുതമാവണമെങ്കിൽ റസൂലുള്ളാന്റെ ശരീരവുമായിട്ട് തന്നെയാണ് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയതും ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് എങ്ങോട്ട് പോയതും ആകാശവും അതിൻ്റെ അപ്പുറത്തുള്ള സിദ്റത്തുൽ മുന്തഹയിലേക്കും അതിൻ്റെ അപ്പുറത്തുള്ള ഹളീറത്തുൽ ഖുദ്സിലേക്കൊക്കെയും റസൂലുള്ള പോയത് റസൂലുള്ളാന്റെ ശരീരം കൊണ്ട് തന്നെയാണ്. ആ 2 ആശയം റസൂലുള്ളാന്റെ ശരീരം കൊണ്ട് തന്നെയാണ് ഇസ്രാഉം മിഅ്റാജും നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എത്ര വലിയ അത്തുല്യ മേഖലയിലേക്ക് ഒരു വ്യക്തി എത്തിയാലും ഉലൂഹിയത്ത്, ദിവ്യത്വം അവിടെ വരികയില്ല, അബ്ദ് അഥവാ അടിമത്വം വിടുകയില്ല എന്ന പ്രത്യേകമായ ആശയം നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്ന് പറഞ്ഞ് എന്തു പറയാതെ ബിനബിയിഹി എന്ന് പറയാതിരിക്കാൻ കാരണം, എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്കറിയില്ലേ, ഇവിടുത്തെ ക്രിസ്തു മതക്കാര് പല ആശയങ്ങളുമായി ക്രിസ്തു മതത്തിലേക്ക് മുസ്ലിമീങ്ങളെ ക്ഷണിക്കാൻ നടക്കുന്നുണ്ട്. അവർ എന്തെല്ലാം നുണകളാണ് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വിശുദ്ധമായ ഖുർആനില് 4 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ മുഹമ്മദ് എന്ന പേര്. നേരെ മറിച്ച് ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേര് 25 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചില ക്രിസ്ത്യൻ പാതിരിമാര്, അച്ഛന്മാര്, പാവപ്പെട്ട ഈമാനിയായി ബലക്ഷയമുള്ള മുസ്ലിമീങ്ങളൊക്കെ മുമ്പ് ചെന്ന് യേശുവിനെ കുറിച്ച് നിങ്ങളുടെ ഗ്രന്ഥമാവുന്ന ഖുർആനില് 25 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് നിങ്ങളുടെ പ്രവാചകനാണെന്ന് പറയുന്ന മുഹമ്മദ് നബിയെ കുറിച്ച് 4 പ്രാവശ്യമാണ് പറഞ്ഞത്. സ്ഥാനം മുഹമ്മദ് നബിയേക്കാൾ സ്ഥാനം യേശുവിനായതുകൊണ്ടല്ലേ പേരു പറയൽ അധികരിച്ചത്, അല്ലെ? ഇങ്ങനൊക്കെയും പറഞ്ഞ് ക്രിസ്ത്യാനികൾ മുസ്ലിമീങ്ങളിലെ പലവരെയും ക്രിസ്തുമതത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം ആദർശപരമായ അഖീദപരമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരാൾ വന്ന് അതൊരു സ്വപ്നമായിരുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഉമ്മു ഹാനി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന മഹാനായ നബി തങ്ങൾ ഒരിക്കലും ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ടില്ല, ആകാശത്തിന്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല, അത് പ്രവാചകൻ കണ്ട ഒരു സ്വപ്നമായിരുന്നു എന്ന് ഒരാൾ വന്ന് നമ്മുടെ വിശ്വാസത്തെ പിഴപ്പിക്കുമ്പോ നിക്കതറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അഖീദന്റെ കാര്യത്തിൽ തഖ്ലീദ് പറ്റൂല. അഖീദന്റെ കാര്യത്തിൽ നമുക്കും വേണം നമ്മുടെ കയ്യിൽ ഒരു തെളിവ്. ഏതെങ്കിലും ഒരു വഹാബി വന്ന് അങ്ങനത്തെ ആശയക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാഉം മിഅ്റാജും അത് സ്വപ്നമായിരുന്നു, ശരീരം കൊണ്ടായിരുന്നില്ല എന്നുള്ള വാദകരിക്കാറുണ്ട് പല വിശ്വാസക്കാരും. അവര് വന്ന് ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തെ തകിടം മറിക്കും. അവരോട് നമ്മുടെ പ്രിയപ്പെട്ട സാധാരണക്കാർ പറയണം, അബ്ദ് ജസദും ശരീരവും ആത്മാവും കൂടുമ്പോഴാണ് അബ്ദ് എന്ന് പറയാ. വെറും ആത്മാവുമായുള്ള യാത്രയായിരുന്നുവെങ്കിൽ ഒരിക്കലും അബ്ദു എന്ന വാക്ക് പറയാൻ പറ്റില്ല. ശരീരത്തോടു കൂടെ ജീവനുള്ള, ഒന്നും കൂടി സാധാരണക്കാർ മനസ്സിലാക്കാൻ, ജീവനുള്ള ശരീരത്തിനിക്കാണ് അബ്ദു എന്ന് പറയാ.
അബ്ദിനെ കൊണ്ടുപോയി. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് കൊണ്ടുപോയി ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. അപ്പോ ആത്മാവുള്ള ജീവനുള്ള നബി തങ്ങളുടെ ശരീരത്തെയാണ് കൊണ്ടുപോയത് എന്ന് വളരെ വ്യക്തമായി ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരാള് വന്ന് ഇസ്രാഉം മിഅ്റാജും അതൊരു സ്വപ്നത്തിന്റെ കഥയാണ് എന്ന് പറയുമ്പോ നമ്മുടെ കൽബിൽ യഥയാർത്ഥം വരരുത്, നമ്മുടെ വിശ്വാസത്തിൽ വൈകല്യം വരരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇത് എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാർക്ക് വേണ്ടി, ഉസ്താദന്മാർക്ക് വേണ്ടി ഇപ്പം അങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അബ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇബാറത്തുൻ അൻ മജ്മൂഇൽ ജസദി വറൂഹി എന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞു പോയാൽ തന്നെ, അത് ഇന്നാലിന്ന തഫ്സീറിന്റെ കിതാബിലുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഉസ്താദന്മാർക്ക് അത് തിരിയും. പക്ഷേ നമ്മുടെ KMICയിലെ സാധാരണക്കാരായ ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, ജീവനുള്ള ശരീരത്തിനിക്കാണ് അബ്ദ് എന്ന് പറയാ. ആ അബ്ദിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാന്റെ ശരീരത്തെയാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടുന്ന് ഏഴാൻ ആകാശത്തേക്കും കൊണ്ടുപോയത്. അതുപോലെ തന്നെ ഒരിക്കലും ഒരു മലായിക്കത്തീങ്ങളുടെ പദവിയേക്കാൾ ഉയരുകയാണ് ഇസ്രാ മിഅ്റാജിലൂടെ ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. മലായിക്കത്തീങ്ങളുടെ സ്ഥാനം അതാ, മലായിക്കത്തീങ്ങളുടെ സ്ഥാനം വാനലോകമാണല്ലോ അവരുടെ മേഖല. ആ വാനലോകത്ത് താമസിക്കുന്ന മാലാകന്മാരുടെ നേതാവ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ അങ്ങനെ പോയി ഏഴാനാകാശത്ത് എത്തി, ബൈത്തുൽ മഅമൂരിലെത്തി. ബൈത്തുൽ മഅമൂരിന്റെ ഭാഗത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സലാം പറഞ്ഞു, സലാം മടക്കി. ആ സംസാരത്തിലായി മൗലിദിന്റെ മുന്നേ ഞാൻ ഉണർത്തിയ കാര്യം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ അങ്ങയുടെ സമൂഹത്തോട് എന്റെ സലാം പറയണം. പോരാവ അഖ്ബിറുഹും, അവരോട് നിങ്ങൾ വർത്തമാനം പറയണം. എന്താണ് പറയേണ്ടത്? ബി അന്നൽ ജന്നത തയ്യിബത്തു തുറുബത്തി വഅദ്ബത്തുൽ മാഇ വഅന്നഹാ ഖിആനുൻ വഅന്ന ഖിറാസഹാ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലേ? എല്ലാം മനസ്സിലാക്കണം. ഈ സ്വർഗത്തിലെ മണ്ണ് നല്ല മണ്ണാണ്, നല്ല വെള്ളമാണ്. വഅന്നഹാ ഖിആനുൻ, സ്വർഗത്തിലെ ഭൂമി സമനിരപ്പായ ഭൂമിയാണ്. എന്തും കൃഷി ചെയ്താൽ അവിടെ മുളച്ചു വലുതാകും. അങ്ങനത്തെ സ്ഥലമാണ് സ്വർഗം. വഅന്ന ഖിറാസഹാ, ആ ഭൂമിയിലുള്ള കൃഷി തയ്യുകൾ ഏതാണ്? അത് തെങ്ങും തയ്യല്ല, അത് കൗങ്ങും തയ്യല്ല, അതെന്തല്ല ദബ്ബറും തയ്യല്ല, വേറെ ഏതെങ്കിലും കൃഷികളല്ല. വഅന്ന ഖിറാസഹാ, സ്വർഗത്തിലെ മണ്ണിൽ നട്ടുപിടിപ്പിക്കേണ്ട തയ്യ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. രാവിലെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ സമയത്തുള്ള ശ്രോതാക്കളോട് സാന്ദർഭികമായി ഞാൻ പറയുന്നു, ഇന്നത്തെ രാത്രിയിലെങ്കിലും മിഅ്റാജിന്റെ രാത്രിയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ചൊല്ലൽ സുന്നത്തായ ഒരു ദിക്റായിട്ടാരും കരുതണ്ട. പക്ഷേ ഈ രാത്രിയിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ വിവരം റസൂലുള്ളാഹിനോട് പറഞ്ഞു കൊടുത്തത്. നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ദിക്റും തസ്ബീഹൊന്നും ചൊല്ലിയിരിക്കാൻ നമുക്ക് നേരല്ല. അതുകൊണ്ട് ഒരു മഹത്തായ രാത്രിയിൽ എന്തെങ്കിലും ഒരു നല്ല ഇബാദത്ത്, ഒരു 10 ദിക്റ് ഞാൻ ചൊല്ലട്ടെ. ആ നിലക്ക് ഇതുപോലത്തെ ദിക്റുകൾ തസ്ബീഹുകൾ ഒരു 100 200 എത്രയും നമുക്ക് സാധിക്കെങ്കിൽ ചെല്ലുക. പണ്ട് വിഷയപ്പതല്ല. അങ്ങനെ അവിടെ വെച്ച് സംസാരിച്ചു. ബൈത്തുൽ മഅമൂറിന്റെ ഭാഗത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അതുപോലെ തന്നെ റസൂലുള്ളയും തമ്മിൽ സംസാരിച്ചു. പിന്നെ അവിടെ നിന്ന് പോകുകയാണ്. ഏത് ഭാഗത്തേക്കാ പോയത്? സിദ്റത്തുൽ മുന്തഹയുടെ ഭാഗത്തേക്ക്. നോക്കിങ്ങൾ, ഇപ്പൊ പറയാൻ നേരല്ല. എന്റെ സാധാരണക്കാരോട് ചോദിച്ച എന്താ മക്കളെ സിദ്റത്തുൽ മുന്തഹ? അതിപ്പോ നമ്മളെ ഈ തൊടുവിലുള്ള മൂച്ചിത മാതിരിക്കൊരു മര, അല്ലെങ്കിൽ പ്ലാവിന്റെ മാതിരിയുള്ള ഒരു മര, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു മര അല്ല.
സിദ്റത്തുൽ മുന്തഹ. ഞാൻ ഇപ്പൊ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. അതിന്റെ ഇലകളെക്കുറിച്ചും അതിന്റെ രൂപഭാവങ്ങളെക്കുറിച്ചും അതിന്റെ ഭംഗിയെക്കുറിച്ചും എല്ലാം റസൂലുള്ള വിശദീകരിക്കുന്നുണ്ട്. ഞാൻ മാലാകന്മാരുടെ പദവിയേക്കാൾ ആരുയർന്നുപോയി? റസൂലുള്ള ഇസ്രാഉ മിഅ്റാജിലൂടെ ഉയർന്നുപോയി. ആ ഒരു വിഷയം ഞാൻ നിങ്ങളെ ധരിപ്പിക്കുകയാണ്. അങ്ങനെ സിദ്റത്തുൽ മുന്തഹയുടെ ഭാഗത്തെത്തിയപ്പോ അതുവരെ റസൂൽ ചരിത്രം കൊണ്ട് ഹദീസ് കൊണ്ട് മനസ്സിലാകുന്നത് ജിബ്രീലായിരുന്നു മുമ്പിൽ നടന്നിരുന്നത്. കാരണം ഗൈഡ്, കാരണം റസൂലുള്ളാക്ക് ആകാശമൊന്നും പരിചയമില്ലല്ലോ, റസൂലുള്ളാനെ കൊണ്ടുപോകാനല്ലോ. ഗൈഡ് ആരാണ്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതൊരു വിഷയം പഠിക്കാണ്ട് ചിലപ്പം ഒരു ഉസ്താദുമാരെ ചെലവിന് പെരേക്ക് കൊണ്ടുപോവുക. ഇപ്പൊ ഞാന് ഒരു പെരേ ചെന്ന് ഷിഹാബ് സവാമയുടെ പെരേ ചെന്ന്, അല്ലെങ്കിൽ ഷംസുൽ ആലിം ഉസ്താദിന്റെ പെരേ ചെന്ന്, അല്ലെങ്കിൽ ഹാഷിം കൊയിലാത്തിന്റെ പെരേ ചെന്ന്, ആ പെരേ ചെന്നിട്ട് പെരേക്ക് ചെല്ലാണ്. അപ്പൊ വൈക്ക കാത്തുന്ന് അപ്പൊ ബഹുമാനിച്ചിട്ട് ആ പെരക്കാരൻ പറയാ ഉസ്താദിനടക്കി ഉസ്താദ് അങ്ങോട്ട് നടക്കാൻ ഈ വജ്ജാലിയാതെ. അത് ബഹുമാനല്ല, അത് യാത്രയെ നമ്മൾ മനസ്സിലാക്കേണ്ടതാ. വയ്യ അറിയുന്നവനാ മുമ്പിൽ നടക്കേണ്ടത്. ചിലപ്പം ബാക്കിലുള്ളത് കാര്യപ്പെട്ട തങ്ങളായിരിക്കും, മൊയിലേരായിരിക്കും. ഈ കാര്യപ്പെട്ട മൊയിലേരെ വയ്യ അറിയാത്ത മൊയിലേരെ മുമ്പിൽ നടത്തിയിട്ട് അയാളെ സുയിപ്പാക്കിയല്ല വേണ്ടത്. പിന്നെ എന്താ വേണ്ടത്? അയാളെ പിന്നിൽ നടത്തിയിട്ട് ഇതാണ് ഞങ്ങളുടെ മുമ്പുക്ക് നടക്കാം, എന്റെ പെരേക്കുള്ള വഴി ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളയും പോയത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം സിദ്റത്തുൽ മുന്തഹയുടെ ഭാഗത്തെത്തിയപ്പോ ശ്രദ്ധിക്കണം, സിദ്റത്തുൽ മുന്തഹയുടെ ഭാഗത്തെത്തിയപ്പോ റസൂലുള്ള പറയാണ്, സിദ്റത്തുൽ മുന്തഹ കണ്ടപ്പോ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. വല്ലാത്ത അത്ഭുതം. ആ സിദ്റത്തുൽ മുന്തഹയുടെ ഭംഗി കണ്ടിട്ടില്ലേ? ചില പെണ്ണുങ്ങൾ കുത്തിയലേറ്റ് ഫാൻസി കടയിൽ പോകും. ചില സ്ത്രീകള് കുത്തിയലേറ്റ് ഷോപ്പിങ്ങിന് പോകും. അങ്ങനെ ഫാൻസി കടയിലെത്തിയ കുറെ വാലിയും മാലിയും ചെയിനും കണ്ട കുട്ടികളെ കാര്യം അത് മറക്കും സ്ത്രീകള്. കുട്ടികളെ കയ്യൊക്കെ മുറ്റങ്ങാണ്ട് പിന്നെ ഈ മാലിയും ചെയിനൊക്കെ ഇങ്ങനെ തരാൻ നിൽക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്റെ കുട്ടി എവിടെ പോയി അന്വേഷിക്കുന്നവരുണ്ട്. എത്ര സ്ഥലത്ത് കുട്ടീനെ ഷോപ്പിങ്ങിന് പോയിട്ട് കുട്ടീനെ കാണാത്ത സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എന്നതുപോലെ അതുവരെ ജിബ്രീലിന്റെ ഒപ്പം ഇങ്ങനെ പോവുക. പക്ഷെ സിദ്റത്തുൽ മുന്തഹ കണ്ടപ്പോ ആരുടെ മനസ്സ് മാറി? ജിബ്രീലിനെ കണ്ട് മറന്നു റസൂലുള്ള പറയുന്ന വാക്കെന്താണല്ലോ, ഫതഖദ്ദംതു അമാമഹു, ജിബ്രീലിന്റെ മുമ്പിലേക്ക് ഞാൻ മുൻകടന്നു. അപ്പൊ അതിന് മനസ്സിലാകുന്നത് എന്താ? അതുവരെ ജിബ്രീലായിരുന്നു മുമ്പിൽ എന്തായിരുന്നത്, ഗൈഡായിട്ട് ഇങ്ങനെ പോവാണ്, ഓരോ സംഗതിയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട്. അങ്ങനെ സിദ്റത്തുൽ മുന്തഹയുടെ ഭാഗത്തെത്തിയപ്പോ ഫതഖദ്ദംതു അമാമഹു, ആ ജിബ്രീലിന്റെ മുമ്പിലേക്ക് ഞാൻ അത് മുൻകടന്നു. അങ്ങനെ സിദ്റത്തുൽ മുന്തഹ കണ്ടിങ്ങനെ ആസ്വദിച്ചു. അള്ളാന്റെ ഒരു ഹിക്മത്താ. നോക്കിങ്ങള്, ആ സിദ്റത്തുൽ മുന്തഹയിലേക്ക് റസൂലുള്ളാന്റെ ശ്രദ്ധ അങ്ങോട്ട് കൊടുത്ത സമയത്ത് ജിബ്രീൽ അത് മാറിക്കളഞ്ഞു. കാരണം ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ജിബ്രീലിന് പോവാൻ അധികാരമില്ല. അവിടെ വെച്ചിട്ട് ഇനി നബി പെയ്ക്കോലി ഞാൻ അങ്ങട്ടില്ലാന്ന് മോത്തോക്കി പറയുമ്പോ എന്താവും? അതൊരു പ്രശ്നമാവും. എന്താ? ജിബ്രീല് ഒരു വലിയൊരു ഹിക്മത്ത് അവിടെ നടത്തുകയാണ്. സിദ്റത്തുൽ മുന്തഹയിലേക്ക് റസൂലുള്ളാഹിനെ ആകർഷിപ്പിച്ചു. ജിബ്രീലിന്റെ മുമ്പിലേക്ക് ചാടി സിദ്റത്തുൽ മുന്തഹ കണ്ട് ആസ്വദിച്ചു. കുറച്ചു കഴിഞ്ഞ് മഹാനായ റസൂലുള്ള പറയാ, ഞാൻ തിരിഞ്ഞു നോക്കി, ഫലം അറ ജിബ്രീലിനെ ഞാൻ കണ്ടില്ല. സിദ്റത്തുൽ മുന്തഹയൊക്കെയും കണ്ട് പൂതി തീർന്നതിന്റെ ശേഷം ജിബ്രീലിനെ നോക്കുമ്പോ കാണാനില്ല. ആ സമയത്ത് റസൂലുള്ള പറയാൻ ഫഫസഅതു, ഞാനാകെ പേടിച്ചു വിറച്ചു. വതആലമനി ദാലിക, ഞാൻ വലിയ ബേജാറായി. കാരണം ആകാശത്ത് ആരുമില്ലാത്ത സ്ഥലത്ത് എവിടെയാണ് എത്തിയിട്ടുള്ളത്? ഭൂമിയിൽ നിന്ന് 500 കൊല്ലത്തെ വൈദൂരമാണ് ഒന്നാം ആകാശത്തേക്ക്. പിന്നെ വീണ്ടും 500 കൊല്ലത്തെ വൈദൂരമാണ് രണ്ടാം ആകാശത്തേക്ക്. വീണ്ടും 500 കൊല്ലത്തെ വൈദൂരമാണ് മൂന്നാം ആകാശത്തേക്ക്. അങ്ങനെ 7ാം ആകാശത്തിലേക്കൊന്ന് ചേർത്തി നോക്കിയാൽ റസൂലുള്ളാന്റെ നാദാകുന്ന റസൂലുള്ള കിടന്നുറങ്ങിയ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് വിളിച്ചാൽ അന്തമുണ്ടോ? യാതൊരു എത്തുംപുരിയുമില്ലാതെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകെ പേടിച്ചിട്ട് റസൂലുള്ള പറയാൻ ഫനാദൈതുഹു, ജിബ്രീലിനെ ഞാൻ വിളിച്ചു ബിറഫ്ഇ സൗത്തിൻ,
വലിയ ശബ്ദത്തോടു കൂടെ വിളിച്ചു, യാഹി, എന്റെ ഹബീബ്, എന്റെ സഹോദരൻ ജിബ്രീലേ. ഒരു സഹോദരന് ഒരു സഹോദരനിലേക്ക് ആവശ്യമുള്ള ഒരു സ്ഥലത്ത് വെച്ച് എന്നെ നിങ്ങൾ കൈയൊഴിച്ചോ എന്ന് വളരെ ഉച്ചത്തിൽ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കാണാത്ത രൂപത്തിൽ മറുപടി കൊടുക്കുന്നു, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ദഅനി, ഹബീബേ എന്നെ ഒഴിവാക്കി തരണേ, തഖദ്ദം, ഹബീബ് മുന്തനെ, ഹബീബ് മുന്നോട്ട് പോയിക്കോലൂ, ലാ തഖഫ്, ഹബീബ് യാതൊരു പേടിയും പേടിക്കണ്ട, അബ്ശിർ, ഹബീബെ അങ്ങ് സന്തോഷിച്ചോലൂ, തുനാജി റബ്ബകൽ ഖയ്യൂമ, എന്നെന്നും ജീവിക്കുന്ന റബ്ബിനോട് അങ്ങ് എന്തു ചെയ്തോലൂ, മുനാജാത്ത് നടത്തിക്കോലൂ എന്ന് പറഞ്ഞിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു, ഹബീബെ ഇനി ഒരു ചാണ് അപ്പുറത്തേക്ക് എന്റെ കാല് വെച്ചാൽ, ഇവിടെന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ചാണ് അപ്പുറത്തേക്ക് ഞാൻ എന്റെ കാല് വെച്ചാൽ ലഹ്തറഖ്തു, ഞാൻ കരിഞ്ഞു പോകും, ഞാൻ പ്രകാശം കാരണം കരിഞ്ഞു പോകും, എനിക്ക് അങ്ങോട്ട് പോരാൻ അധികാരമില്ല. അതുകൊണ്ട് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ. തങ്ങൾ പോയിക്കോളൂ. നോക്കിങ്ങള്, ഇനി അതിന്റെ വിശദീകരണം വേറെന്ത് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഞാൻ ഇപ്പോൾ പറഞ്ഞതെന്താ, മാലാകന്മാരുടെ നേതാവായ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനു പോലും പോവാൻ അധികാരമില്ലാത്ത സ്ഥലത്തേക്കാൾ എത്തിച്ചേരുകയാണ് ഹബീബ്, എത്തിച്ചേരുകയാണ്. അവിടെ ഒരു പോത് കാര്യങ്ങൾ പഠിക്കാണ്ട്, അങ്ങനത്തെ ആരാരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് വലിയ വേജാരും വെപ്രാളവുമുള്ള ആ ഒരു സ്ഥലത്ത് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ മറന്നില്ല. അങ്ങനെ ഒരു പോയിന്റ് അവിടെ ഉണ്ട്, അങ്ങനെ ഒരു പോയിന്റ് അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആരും ജിബ്രീലിനെ കാണാത്തതിന്റെ പേരിൽ വലിയ ഭയത്തിലായി. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു സമാധാനപ്പെടുത്തി. ആ സമാധാനപ്പെടുത്തി റസൂലുള്ളാഹി അല്ലാഹുമായി അഭിമുഖം നടത്തുന്ന സമയത്ത് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ മറന്നില്ല. എന്തേ കാരണം ഒന്ന് സൂചിപ്പിക്കാം. അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് എത്തിയപ്പോ, അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തേക്ക്, അള്ളാഹുവിന്റെ ഭാഗത്തേക്കല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുമായി സംസാരിക്കാൻ ഏഴാനാകാശത്ത് പ്രത്യേകമായി അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തേക്ക് അള്ളാഹുവിന്റെ ഹബീബ് എത്തിയപ്പോ അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാത്തു ലില്ലാഹ് എന്ന് എല്ലാവിധ തിരുമുകൾ കാഴ്ചയും എല്ലാവിധ ബറക്കത്തും എല്ലാവിധ തഹിയ്യത്തും അള്ളാഹുവേ നിനക്കാണ് എന്ന് പറഞ്ഞപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചകരായിട്ടുള്ളവരെ, അങ്ങയുടെ മേലിൽ അള്ളാഹുവിന്റെ സലാത്തും റഹ്മത്തും എല്ലാം, സലാമും റഹ്മത്തും ഉണ്ടായിരിക്കട്ടെ. നോക്കിങ്ങള്, അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് മാത്രമാണ് സലാം പറഞ്ഞത്, റസൂലുള്ളാഹിക്ക് റഹ്മത്തുണ്ടാവട്ടെ എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആരാരുമില്ലാത്ത ഏകനായി നിൽക്കുന്ന ഭാഗത്ത് വെച്ച് ആലോചിച്ചു, എനിക്ക് മാത്രം പോരാ, അള്ളാന്റെ സലാം എനിക്ക് മാത്രം പോരാ, എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ലോകത്തുള്ള മുഴുവൻ സ്വാലിഹീങ്ങൾക്കും എന്ത് വേണം? അള്ളാന്റെ രക്ഷയുണ്ടാവണം. ഉടനെ അല്ലാഹു തആലാവിന്റെ റസൂല് പറഞ്ഞു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവേ, എനിക്ക് മാത്രം പോരാ, നിന്റെ സലാമും നിന്റെ റഹ്മത്തും എനിക്ക് മാത്രം പോരാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മോടുള്ള മഹബത്ത്, നമ്മോടുള്ള സ്നേഹം എത്രയാണ്. അതുകൊണ്ട് ഇന്നൊരു 100 സലാത്ത് ചൊല്ലാൻ ആരും മറക്കണ്ട. വെള്ളിയാഴ്ച ദിവസം 100 സലാത്ത് ചൊല്ലിയാൽ കൂരി ഇരുത്തുള്ള സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിലേക്ക് കയറുമ്പോൾ ദുന്യാവിലുള്ള മുഴുവൻ ആളുകൾക്കും
പോകാൻ മാത്രം പ്രകാശത്തോട് കൂടെയായിരിക്കും. വെള്ളിയാഴ്ച 100 സ്വലാത്ത് ചൊല്ലുന്നവൻ സ്വലാത്ത് എന്ന പാലത്തിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് ഹബീബ് ആരുമില്ലാത്ത 7-ാം ആകാശത്തിന്റെ അപ്പുറത്ത് കിടക്കുന്ന സ്ഥലത്ത് വെച്ച് പോലും ഉമ്മത്താവുന്ന നമ്മോട് സ്നേഹം പ്രകടിപ്പിച്ച മഹാനാണ് റസൂലുള്ള. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സാന്ദർഭികമായി ഒരു വെള്ളിയാഴ്ച റബ്ബേ ആ ഹബീബ് ഞങ്ങൾക്ക് വേണ്ടി സലാം ചൊല്ലി, അതുകൊണ്ട് ഞാനൊരു 100 സ്വലാത്ത് ചൊല്ലട്ടെ, അല്ലെങ്കിൽ ഒരു 10 സ്വലാത്ത് ചൊല്ലട്ടെ എന്ന് ആരെങ്കിലും ഒരാൾ ഈ വെള്ളിയാഴ്ച ചിന്തിച്ചാൽ ഒരു ഉപകാരപ്രദമാവുമെന്ന നിലക്ക് ആ വിഷയത്തിലേക്ക് ഇപ്പൊ കടന്നതാണ്. ആ ഭാഗത്തേക്കൊക്കെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. അത് പറഞ്ഞപ്പോ ഇത് കേട്ടും കൊണ്ടിരിക്കുന്ന മലായിക്കത്തീങ്ങള് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി അതാണ് പിന്നെ അത്തഹിയാത്തായി നിസ്കാരത്തിൽ വരുന്നത്. അപ്പൊ ആകത്തുക ബി അബ്ദിഹി എന്ന് പറയുന്നുള്ളൂ. സുബ്ഹാനല്ലദി ബി അബ്ദിഹി എന്ന് പറയാൻ കാരണം ബി റസൂലിഹി എന്ന് പറയാതെ ബി നബിയിഹി കേൾക്കുമ്പോ ഭംഗി അതാണ്. സുബ്ഹാനല്ലദി ബി റസൂലിഹി സുബ്ഹാനല്ലദി അസ്റാ ബി നബിയിഹി എന്ന് പറയുമ്പോ ഒരു ആദരവും ബഹുമാനങ്ങളൊക്കെയും ആ വാക്കിന് തോന്നുന്നുണ്ടെങ്കിലും അബ്ദ് എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം വലിയ മാലാകന്മാരെക്കാൾ വലിയ പദവിയിലേക്ക് റസൂലുള്ള ഉയർന്നതുകൊണ്ട് റസൂലുള്ളാനെ സംബന്ധിച്ചാരും ഇലാഹാണെന്ന് തെറ്റുധരിക്കണ്ട. ദിവ്യത്വം റസൂലുള്ളാഹിൽ ആരും തെറ്റുധരിച്ചു പോവണ്ട. റസൂലുള്ള അള്ളാഹുവിന്റെ അടിമ തന്നെയാണ് എന്ന് നമ്മെ പഠിപ്പിക്കാനും, അതുപോലെ തന്നെ ഇതൊരു സ്വപ്നക്കഥയല്ല, ഒരു ആത്മീയമായ ഒരു ആത്മാവ് കൊണ്ടുള്ള യാത്രയല്ല, നേരെ മറിച്ച് റസൂലുള്ളാന്റെ ശരീരം കൊണ്ട് തന്നെയാണ് ഇസ്റാഉം മിഅ്റാജും ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് സുബ്ഹാനല്ലദി അസ്റാ ബി നബിയിഹി എന്ന് പറയാതെ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്ന വാക്ക് വിശുദ്ധമായ ഖുർആൻ ഉപയോഗിക്കാൻ കാരണമെന്ന് മുഫസ്സിരീങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. ഇനി അവിടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താ കാര്യം? സുബ്ഹാനല്ലദി അസ്റാ എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി നടക്കുക എന്നാണ്. പിന്നെന്തിനാണ് ലൈലൻ എന്ന് പറഞ്ഞത്? പഴയ കാലത്ത് ചെക്ക് കല്യാണത്തൊരു ശീലണ്ടായിന്. സവാമ ക്ലാസ് റൂമിലുണ്ടോ? ലത്തീഫാജിക്കൊക്കെ അറിയാനാവോ? പഴയ കാലത്ത് വലിയ പേരാണ് അതിന്. ചെക്കല്ല് ശീലിച്ച് കുപ്പായ അടിക്കാനാണ് ഭയങ്കര ഒരു പേരുള്ള ഒരു കാലം ഉണ്ടായി. ചെക്ക് കല്ലിനാണ് തന്നെ 2 കല്യാണ് അല്ലേ? പോസ്റ്റും കാലിനാണ് മാതിരി. അങ്ങനല്ലത് അല്ല. സുബ്ഹാനല്ലദി അസ്റാ രാപ്രയാണം നടത്തി ലൈലൻ രാത്രിയിൽ. എന്താ പിന്നെ അത് പറയാൻ കാരണം? വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് മക്കയിൽ നിന്ന് ഷാമിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് 40 ദിവസത്തെ വഴിയാത്ര. എന്തിനാ 40 ദിവസം നടക്കണം? അപ്പോഴേ മക്കയിൽ നിന്ന് ഷാമിലുള്ള ബൈത്തുൽ മുഖദ്ദസിൽ എത്തുകയുള്ളൂ. വേറെ ചിലവർത്തൊക്കെ 2 മാസത്തെ വൈദൂരമാണെന്നുണ്ട്. അതിന്റെ അപ്പുറത്തൊക്കെയും പോയി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഈ യാത്ര നടന്നത് എന്ന് ബോധ്യപ്പെടുത്താനാണ് അസ്റാ എന്ന വാക്കിന് രാത്രി നടക്കുക എന്ന അർത്ഥം ഉണ്ടായിരിക്കെ വീണ്ടും ലൈലൻ എന്ന് പറഞ്ഞത് നമ്മൾ പോസ്റ്റും കാല് എന്ന് പറയുന്ന അർത്ഥത്തിലല്ല, ചെക്കല്ലി എന്ന് പറയുന്ന അർത്ഥത്തിലല്ല. രാത്രിയിൽ നിന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ യാത്ര നടന്നിട്ടുള്ളത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അസ്റാ രാത്രി നടന്നു എന്ന് അർത്ഥം കിട്ടുന്ന അസ്റക്ക് പുറമെ വീണ്ടും ലൈലൻ എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം. ഇനി അവിടെ വലിയൊരു ചർച്ച എന്താണെന്നറിയും. അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. പല അഭിപ്രായങ്ങളുണ്ട്. എന്തിനാണ് റസൂലുള്ളാഹിനെ യഥാർത്ഥത്തിൽ കൊണ്ടുപോകുന്നത് ആകാശ ലോകത്തേക്കാ? പിന്നെ എന്തിനാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒന്ന് കൊണ്ടുപോയത്? മസ്ജിദുൽ ഹറാമിൽ നിന്ന് നേരെ ആകാശ ലോകത്തേക്ക് കൊണ്ടുപോവലാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം. എന്തല്ല, ബൈത്തുൽ മുഖദ്ദസിലേക്കല്ല. പക്ഷേ അല്ലാഹു തആല ചെയ്തതെന്താ? മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. അതായത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ കൊണ്ടുപോയി അവിടുന്നൊരു സ്വീകരണം കൊടുത്തിട്ട് അവിടുന്ന് നേരെ ആകാശത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ബഹിജത്തുൻ നുഫൂസ് പോലത്തെ കിതാബിൽ പറയുന്നത്
മഅ്ശറ വരുന്നത് ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്ന സ്ഥലത്തായിരിക്കുന്നതാണ്. നമ്മൾ ഈ ദുന്യാവ് നശിച്ചതിനു ശേഷം വിചാരണയ്ക്ക് വേണ്ടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലമില്ലേ മഹ്ശറ? ആ മഹ്ശറ നാളെ പാരത്രികമായ ജീവിതത്തിൽ വരിക ഇപ്പൊ ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്ന ഭാഗത്താണ്. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് ആ മഹ്ശറ വരാൻ പോകുന്ന സ്ഥലം ദുന്യാവിൽ തന്നെ മുൻകൂട്ടി ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹിനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയിട്ട് ആകാശത്തിലേക്ക് കൊണ്ടുപോവാൻ കാരണമെന്ന് ഒരു കാരണം അതാണ്. വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം സമയത്തൊക്കെയും നോക്കാം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സാധാരണക്കാരെങ്കിലും മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ഇസ്രാ മിഅ്റാജ് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഇസ്രാ മിഅ്റാജ് എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടായേക്കാം. ആ നിലയ്ക്ക് ഞാൻ പറയുന്നു, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഷാമിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് റസൂലുള്ളയുമായി പോയ യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുക. രാത്രി സമയത്ത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഷാമിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയ യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുക. ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശവും അതുപോലെ തന്നെ സിദ്റത്തുൽ മുന്തഹയും അതിൻ്റെ അപ്പുറത്തുമുള്ളതായ സ്ഥലത്തേക്ക് പോയ യാത്രക്കാണ് മിഅ്റാജ് എന്നും പറയുക. അപ്പൊ അതുകൊണ്ട് ഇസ്രാ വേറെ, മിഅ്റാജ് വേറെ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രക്ക് ഇസ്രാ എന്നും പറയും. ബൈത്തുൽ മുഖദ്ദസ് മുതൽ 7 ആകാശവും അതിൻ്റെ അപ്പുറമുള്ള ആ പ്രത്യേകമായ സ്ഥലം വരെയുള്ള യാത്രക്ക് മിഅ്റാജ് എന്നും പറയും. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് റസൂലുള്ള പോയത് ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിലാണ്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശലോകത്തേക്ക് റസൂലുള്ള പോയത് പ്രത്യേകമായ കോണി വഴിക്കാണ്. അവിടെ ഒരു ചെറിയ അഭിപ്രായമുണ്ട്, അല്ല ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശലോകത്തേക്കും പോയത് ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിന്റെ മുകളിലൂടെ തന്നെയാണ് എന്നും അഭിപ്രായമുണ്ട്. ആ കോണികളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എത്ര പടിയുള്ള കോണിയായിരുന്നു, അത് സ്വർണത്തിന്റെ കോണിയാണോ, അതെല്ലാം മുത്തനാലുള്ള കോണിയാണോ, വെള്ളിയുടെ കോണിയാണോ, ആ കോണിക്ക് എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ഇതെല്ലാം മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. സമയം അതിന് പറ്റാവുന്ന സമയം അല്ലാത്തത് കൊണ്ട് അള്ളാഹു തൗഫീക്ക് ചെയ്യുകയാണെങ്കിൽ, നാട്ടിലെ കാലാവസ്ഥയും ഒക്കെ നമുക്ക് അനുകൂലമായി കിട്ടുകയാണെങ്കിൽ, ഇന്ന് നമ്മളെ മിഅ്റാജിന്റെ രാത്രിയല്ലേ, എന്തെങ്കിലുമൊക്കെ അതുള്ള വർത്താനങ്ങളൊക്കെ ഒഴിവാക്കി നമുക്കൊരു ബറക്കത്തുള്ള സാധാരണക്കാർക്ക് ഉപകരിക്കുന്ന അത്തരം ചർച്ചകളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് രാത്രി നമ്മുടെ ലൈവിന്റെ ശേഷം ഒക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ അതിന് പറ്റാവുന്ന സമയമല്ല. എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ, ഒരുപാട് പോയിന്റുകൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ദൈനംദിനം ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ഒരുപാട് ഗുണപാഠങ്ങൾ റസൂലുള്ളാഹിന്റെ ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിലുണ്ട്. കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് സമയം അല്പം വൈകിയതുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്കവിടുന്നു. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും. ആരെങ്കിലും ഉണ്ടോ? സമയം ഒരുപാടായിട്ടുണ്ട്. ഞാൻ ഏതായാലും മൈക്കവിടുന്നു. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കാമോ സുഹൃത്തുക്കളെ? അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ അൽഫ മറ. നമ്മുടെ പ്രിയപ്പെട്ട അബൂ റയാൻ ഉസ്താദിന്റെ വളരെ പ്രൗഢമായ, നാമൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് അറിവുകളുടെ മണിമുത്തുകളാണ് പ്രിയപ്പെട്ട ഉസ്താദ് അവർകൾ നമുക്ക് പകർന്നു നൽകുന്നത്. ഉസ്താദ് അവർകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഈ സംവിധാനത്തിന് വേണ്ടി സമയം ചിലവഴിക്കാനുള്ള അവസരവും സാഹചര്യവും ആയുസ്സും ആരോഗ്യവും ഒക്കെ റബ്ബ് നാഥൻ നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അത് കേൾക്കാനും പഠിക്കാനും ചിന്തിക്കാനും അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും
KMIC ആശ്രയിച്ചു കഴിയുന്ന നിരവധി ആളുകൾ, റേഡിയോ സംവിധാനത്തിന്റെ ശ്രോതാക്കൾ, പ്രേക്ഷകർ എല്ലാവർക്കും റബ്ബ് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾ ബൈലക്സ് മെസഞ്ചറിനകത്ത് പരിചയമുള്ള ഒരു മുഖമെന്ന നിലയിൽ ഇന്ന് ബൈലക്സിലേക്ക് നോക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷവും ആവേശവും റബ്ബ് സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, സുമ്മ അൽഹംദുലില്ലാഹ്, അൽഫ മറ. ഒരല്പസമയം കൂടി GCC രാജ്യങ്ങളിലൊക്കെ ജുമുഅക്ക് വേണ്ടി സമയമുണ്ട്. സൗദിയിൽ 9:30 മണിയാവുകയാണ്, UAE 10:30 മണിയാണ്. നാട്ടിൽ ജുമുഅ ആരംഭിക്കാൻ ഏതാനും സമയം മാത്രമാണ് ബാക്കിയുള്ളത്. നാട്ടിലുള്ള ഉസ്താദുമാർ അതെ 10:25 UAE-ലെ. എന്താ ഇത്ര സന്തോഷം സവാ. അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വേണ്ടത് സന്തോഷമല്ലേ ഉസ്താദ്? ദുഃഖവും സങ്കടവും വിഷമവും ഒന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നല്ല റാഹത്തുള്ള സന്തോഷകരമായ ജീവിതം റബ്ബ് എല്ലാവർക്കും നൽകട്ടെ ഉസ്താദ്. ഇവിടെ ജുമാ കഴിഞ്ഞു. മലേഷ്യയിലാണല്ലോ അല്ലേ? ശരി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എത്ര സമയമായി ഉസ്താദ് മലേഷ്യയിൽ? ടൈം എത്രയായി? ഒന്ന് വേഗം അടിച്ചാൽ. 2:30. ഓ, അത്രയും വൈകിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിങ്ങളാണെന്ന് തോന്നുന്നു, അതോ ഇന്തോനേഷ്യയിലാണോ? ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്നത് മലേഷ്യയിലായിരിക്കും അല്ലേ? ഇൻഷാ അല്ലാഹ്. നമ്മുടെ അൻവർ സാഹിബ് ഉണ്ടായിരുന്നല്ലോ ഇന്തോനേഷ്യയിൽ നിന്ന്. അജ്മൽ മടവൂർ ഒന്ന് റൈസാൻഡ് ചെയ്താലും, ഒരു നല്ല സ്പീച്ച് എന്തെങ്കിലും വെച്ചാലും. ഞാനൊരല്പം തിരക്കിലാണ്. അജ്മൽ മടവൂർ കേൾക്കുന്നുണ്ടോ? നല്ല പഠനാർഹമായ എന്തെങ്കിലും. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. آتي أنفسنا تقوانا صل يا ربنا صل من على طه ياسين മുത്തുമാണിക്കമാണ് വഹമീ